Hello everyone, welcome to EduPod Plus 2 Commerce and Humanities channel. It's me, you and Nafi. അപ്പോൾ പ്ലസ് ടു ഹിസ്റ്ററിയുടെ മോഡൽ എക്സാം പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. മോഡൽ എക്സാമിന് 100% ഉറപ്പോട് കൂടി ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, അതാണ് മാപ്പ് മാർക്ക്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ പ്ലസ് ടു ഹിസ്റ്ററിയുടെ മോഡൽ എക്സാമിനും അതേപോലെ തന്നെ പബ്ലിക് എക്സാമിനും ചോദിക്കാൻ ചാൻസ് ഉള്ള മാപ്പിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള മാപ്പ് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ മോഡൽ എക്സാമിന് പബ്ലിക് എക്സാമിന് ഇന്ത്യയുടെ ഇങ്ങനത്തെ ഒരു മാപ്പ്, അതായത് ആൻഷ്യൻ ഇന്ത്യയുടെ മാപ്പ്, പുരാതന ഇന്ത്യയുടെ ഒരു മാപ്പ് തരികയാണെങ്കിൽ അതിൽ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. അല്ലെങ്കിൽ അടുത്ത എന്ത് ചോദിക്കും, പ്രസന്റ് ഇന്ത്യ, ഇപ്പോഴത്തെ ഇന്ത്യയുടെ മാപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യും തരും, എന്നിട്ട് എന്ത് ചെയ്യും സ്ഥലങ്ങൾ മാർക്ക് ചെയ്യാൻ പറയും. അപ്പോൾ രണ്ട് തരത്തിൽ ഇതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് മാപ്പാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക എക്സാമിന് ചോദിക്കട്ടോ. അപ്പോൾ ഈ ആൻഷ്യൻ ഇന്ത്യയുടെ മാപ്പ് തരികയാണെങ്കിൽ നിങ്ങൾ അതിൽ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട പ്ലേറ്റ്സ് ഏതാണ്? ഹാരപ്പയാണ്. ഇവിടെയാണ് എന്തുള്ളത്, ഹാരപ്പ ഉള്ളത് അല്ലേ. ഹാരപ്പ നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ ഇവിടെയാണ് എന്തുള്ളത്, ബനാവലി. ഈ ഹാരപ്പയുടെയും ബനാവലിയുടെ പ്രത്യേകത അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ബനാവലി ശ്രദ്ധിക്കുക. അടുത്താണ് ഇത് മോഹൻജദാരോ. ഇവിടെയാണ് എന്തുള്ളത്, മോഹൻജദാരോ ഉള്ളത്. ഇവിടെയാണ് എന്തുള്ളത്, മോഹൻജദാരോ ഉള്ളത്. ഇവിടെയാണ് എന്തുള്ളത്, കാലിബംഗൻ. ഇവിടെയാണ് എന്തുള്ളത്, കാലിബംഗൻ ഉള്ളത്. അതേപോലെ തന്നെ ഇവിടെയാണ് എന്തുള്ളത്, ധോലാവിറ. ഇവിടെയാണ് എന്തുള്ളത്, ധോലാവിറ. അപ്പോൾ ഈ ഡയാറാം സ്ഥാനം ഡിസ്കവർ ചെയ്ത സ്ഥലമാണ് ഇത് ഹാരപ്പ. അതേപോലെ ടെറാക്കോട്ട മോഡൽസ് ഓഫ് പ്ലഫഡ്, ഈ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ കലപ്പയുടെ രൂപം കിട്ടിയ സ്ഥലമാണ് ഇത് ബനാവലി. അതേപോലെ തന്നെ ഗ്രേറ്റ് ബാത്ത്, മഹത്തായ കുളിപ്പുര കണ്ടെത്തിയ സ്ഥലമാണ് ഇത് മോഹൻജദാരോ. അതേപോലെ തന്നെ പ്ലഫഡ് ഫീൽഡ് അല്ലെ, ഉഴുതുമറിച്ച നിലത്തിന്റെ അവശിഷ്ടം കണ്ടെത്തിയ സ്ഥലമാണ് കാലിബംഗൻ. റിസർവോയർ, ജലസംഭരണിയുടെ അവശിഷ്ടം കിട്ടിയ സ്ഥലമാണ് ഇത് ധോലാവിറ. അപ്പോൾ ഈ ഒരു പ്രത്യേകത നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്തു വെക്കുക കേട്ടോ. അതേപോലെ ശ്രീബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളും എക്സാമിന് ചോദിക്കാറുണ്ട്. ഇവിടെയാണ് എന്ത് വരിക, ലുംബിനി, ദ പ്ലേസ് വെർ ബുദ്ധ ബോൺ അല്ലെ. ശ്രീബുദ്ധൻ ജനിച്ച സ്ഥലമാണ് ഇത് ലുംബിനി. അത് മാത്രമല്ല പാടലിപുത്ര, ദ സെക്കൻഡ് ക്യാപിറ്റൽ ഓഫ് മഗധ, മഗധയുടെ രണ്ടാമത്തെ തലസ്ഥാനമായിട്ടുള്ള പാടലിപുത്രയുടെ സ്ഥാനം ഓർത്തു വെക്കുക. അതേപോലെ സാഞ്ചി, നമുക്കറിയാം സാഞ്ചിയിലെ സ്തൂപ അല്ലെ, സുൽത്താൻ ജഹനാര ബീഗം പ്രിസർവ് ചെയ്ത സാഞ്ചിയിലെ സ്തൂപത്തിന്റെ സ്ഥാനം ഇവിടെയാണ്. അത് മാത്രമല്ല ഗുജറാത്തിലെ അശോകന്റെ റോക്കഡിക്സ്, അശോകന്റെ ശിലാലിഖിതങ്ങളുടെ സ്ഥലം, അതാണ് എന്ത് കിടക്കുന്നത്, ഇവിടെ കിടക്കുന്നത്. അത് മാത്രമല്ല സദേൺ മോസ്റ്റ്, സദേൺ തെക്കേ ഇന്ത്യയിലും അശോകന്റെ റോക്കഡിക്സ് കാണുന്നില്ല, അതാണ് എവിടെയുള്ളത്, സന്നദ്ധിയിലുള്ളത്. ഇവിടെയാണ് എന്തുള്ളത്, സന്നദ്ധി ഉള്ളത്. അതേപോലെ അമരാവതിയിലെ എന്ത് പിന്നെ ഈ ഇത് സ്തൂപത്തിന് അവശിഷ്ടം കിട്ടിയ സ്ഥലമാണ് ഇത് അമരാവതി. അവിടെയാണ് എന്തുള്ളത്, അമരാവതി ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ആൻഷ്യൻ ഇന്ത്യയും ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം എക്സാമിന് നിങ്ങളോട് എന്ത് ചെയ്തേക്കാം ചോദിച്ചേക്കാം. അതേപോലെ തന്നെ ബുദ്ധന്റെ ജനിച്ച സ്ഥലം ഇവിടെയാണ് എന്ത്, ശ്രീബുദ്ധൻ ജനിച്ച ലുംബിനി ഉള്ളത്. അതേപോലെ തന്നെ ബുദ്ധൻ നിബനയായിട്ടുള്ള കുശിനഗര എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ്, ഇവിടെയാണ്. ബുദ്ധൻ ആദ്യമായിട്ട് പ്രസംഗിച്ച സ്ഥലമായ ഷാരാനാഥ് എവിടെയാണ്, ഇവിടെയാണ്. അതേപോലെ തന്നെ ബുദ്ധന് ബോധോദയം കിട്ടിയ ബോധ്ഗയ ഇവിടെയാണ്. അപ്പോൾ ഇതേപോലുള്ള സ്ഥലങ്ങൾ ചിലപ്പോൾ ആൻഷ്യൻ ഇന്ത്യയുടെ മാപ്പ് തന്നിട്ട് നിങ്ങളോട് അതിൽ മാർക്ക് ചെയ്യാൻ പറയാം. ഇനി ചിലപ്പോൾ പ്രസന്റ് ഇന്ത്യയുടെ മാപ്പ് തന്നിട്ട് മാർക്ക് ചെയ്യാൻ പറയാം. അതിന് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ട്, പ്ലസ് ടു ഹിസ്റ്ററിയുമായിട്ട് അല്ലെങ്കിൽ പ്ലസ് ടു ഹ്യൂമാനിറ്റീസുമായിട്ടൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ nafi.edupod തന്നെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് മെസ്സേജ് അയച്ചോ. മെസ്സേജ് അയച്ചാൽ ഞാൻ അവിടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. നിങ്ങൾക്ക് ഈ പേജ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ഉപകാരപ്പെടും. അപ്പോൾ nafi.edupod തന്നെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി കൊളോണിയലിസം ആൻഡ് കൺട്രി സൈഡിൽ നിന്ന് ഈ 4 സ്ഥലങ്ങളാണ് ചോദിക്കുക. അതിൽ രാജ്മഹൽ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ഇവിടെയാണ്. പിന്നെ ബംഗാൾ എന്ന സ്റ്റേറ്റ് ഓർത്തു വെക്കണം, ഇവിടെയാണ് എന്തുള്ളത്, ബംഗാൾ എന്ന സ്റ്റേറ്റ് ഉള്ളത്. ഇതാണ് എന്ത്, മുംബൈ എന്ന് പറഞ്ഞ സ്ഥലം നമുക്കറിയാം, മുംബൈ നടന്ന സംഭവങ്ങളിലെ മുംബൈ ഇവിടെയാണ്, ചെന്നൈ ഇവിടെയാണ്. ഈ സ്ഥലങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, അടുത്തത് ഈ ഒരു ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വിജയനഗരയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ സാധനങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, നിങ്ങളുടെ മാപ്പ് മാർക്കിങ്ങിൽ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ എന്താണ്, തഞ്ചാവൂരാണ്. ഇവിടെയാണ് ആരുള്ളത്, തഞ്ചാവൂർ, തമിഴ്നാട്ടിലാണ് ആരുള്ളത്, തഞ്ചാവൂർ ഉള്ളത്. രണ്ടാമത്തെ ആരാടാ, മൈസൂരാണ്. ഇവിടെയാണ് ആരുള്ളത്, മൈസൂർ കേട്ടോ. ഈ 2 മാർക്ക് ഏതാണ്, ഇത് മൈസൂർ. മൂന്നാമത്തെ ഏതാണ്, മധുരയാണ് അല്ലേ, വലിയ ക്ഷേത്രങ്ങളൊക്കെ ഉള്ള മധുരൈ. ആ മധുരൈ ഉള്ളത് എവിടെയാടാ, തമിഴ്നാട്ടിലാണ്. നാലാമത്തെ എവിടെയാണ്, കാഞ്ചീപുരം അല്ലെ. ഈ കാഞ്ചീപുരം ഉള്ളത് എവിടെയാടാ, ഇവിടെയാണ് എന്തുള്ളത്, കാഞ്ചീപുരം ഉള്ളത്. ഓർത്ത് വെക്കണേ, കാഞ്ചീപുരത്തിന്റെ സ്ഥാനം നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക. പിന്നെ വിജയനഗര, ഗോൽക്കണ്ട, ബിദാർ, ബിജാപ്പൂർ. ശ്രദ്ധിക്കണം, എവിടെയാണ് വിജയനഗരം, എവിടെയുള്ളത്, വിജയനഗര ഇവിടെയാണ് എന്തിന്റെ സ്ഥാനം, വിജയനഗരയുടെ സ്ഥാനം. അതേപോലെ തന്നെ ഗോൽക്കണ്ടയുടെ സ്ഥാനം എവിടെയാണ്, ഇവിടെയാണ്. ബിദാറിന്റെ സ്ഥാനം എവിടെയാണ്, ഇവിടെയാണ് ആരുള്ളത്, ബിജാപ്പൂർ കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ മാപ്പിൽ എന്ത് ചെയ്തേക്കാം മാർക്ക് ചെയ്യാൻ ചോദിച്ചേക്കാം. പിന്നെ ഒരുപാട് തവണ മാപ്പിൽ ഇന്ത്യയുടെ മാപ്പാണ്, ആൻഷ്യൻ ഇന്ത്യയുടെ മാപ്പ് അല്ലാതെ ഇന്ത്യയുടെ മാപ്പ് തന്നിട്ട് നിങ്ങളോട് മാർക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും മാർക്ക് ചെയ്യാൻ ചോദിക്കട്ടോ. ഒന്നാമത് നമ്മുടെ
മീററ്റിൽ, അതായത് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മീററ്റ്, അതേപോലെ ഇന്ത്യയുടെ ക്യാപിറ്റലായുള്ള ഡൽഹി, അതേപോലെ തന്നെ ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട സ്ഥലമായിട്ടുള്ള ലക്നൗ, അതേപോലെ തന്നെ ഔദ്, ശ്രദ്ധിക്കണം ഏതാണ് ലക്നൗ, അതേപോലെ തന്നെ ഏതാണ് കാൺപൂർ, ശ്രദ്ധിക്കണം ഇവിടെയാണ് എന്തുള്ളത് കാൺപൂർ ഉള്ളത്, ഇവിടെയാണ് എന്തുള്ളത് ഔദ് ഉള്ളത്, ഇവിടെയാണ് എന്തുള്ളത് ഝാൻസി ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ സ്ഥലങ്ങളുടെ സ്ഥാനം നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കി വെക്കണം. മീററ്റ്, ഡൽഹി, ലക്നൗ, കാൺപൂർ, ഔദ്, ഝാൻസി. അപ്പോൾ ശ്രദ്ധിക്കണേ, ഈ 6 മാർക്ക് ചെയ്താണ് ഇത് ഝാൻസി, 5 മാർക്ക് ചെയ്താണ് ഇത് ഔദ്, 4 മാർക്ക് ചെയ്താണ് കാൺപൂർ, 3 മാർക്ക് ചെയ്ത ലക്നൗ, 2 ഏതാണ് ഡൽഹിയാണ്, 1 ഏതാണ് മീററ്റാണ്. ഇത് കൂടുതലായിട്ട് എക്സാമിന് മാപ്പിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് റബൽസ് ആൻഡ് രാജിൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ സ്ഥലങ്ങളാണ്. ഒന്നാമത്തെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് നടന്നിട്ടുള്ള അമൃത്സർ കേട്ടോ. ശ്രദ്ധിക്കണേ, അമൃത്സർ ചോദിക്കാം, അഹമ്മദാബാദ് ചോദിക്കാം, ചൗരി ചൗര ചോദിക്കാം, ചമ്പാരൻ ചോദിക്കാം, ഡണ്ടി ചോദിക്കാം, ബർദോലി എന്ത് ചെയ്യാം ചോദിക്കാം. അപ്പൊ ശ്രദ്ധിക്കണം എന്താണ് ഇതാണ് അമൃത്സർ. ജാലിയൻ വാലാബാഗ് നടന്നിട്ടുള്ള അമൃത്സറിന്റെ സ്ഥാനം ഇവിടെയാണ്. അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് നടന്നിട്ടുള്ള അഹമ്മദാബാദിന്റെ പൊസിഷൻ ഇവിടെയാണ് അല്ലെ. ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്താൻ കാരണമായ ചൗരി ചൗര എന്ന് പറയുന്ന സംഭവം നടന്നത് ഇവിടെയാണ്. ചമ്പാരൻ, ഗാന്ധിജി ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ചമ്പാരന്റെ സ്ഥാനം ഇവിടെയാണ്. ഗാന്ധിജി ഡണ്ടി മാർച്ച് നടത്തിയ ഡണ്ടി ബീച്ചുള്ളത് ഇവിടെയാണ്. ബർദോലി ഉള്ളത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഈ സ്ഥാനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കി വെക്കണം. ഇതേ രീതിയിൽ എന്ത് ചെയ്യും, നിങ്ങളോട് മാപ്പ് തന്നിട്ട് മാപ്പിൽ പല സാധനങ്ങളും മാർക്ക് ചെയ്യാൻ ചോദിച്ചേക്കാം. അപ്പോൾ മാപ്പ് മാർക്കിംഗ് 100% ഉറപ്പാണ്. ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടരുത്. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ, ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ ഇന്ത്യയുടെ ഔട്ട്ലൈൻ മാപ്പ് ഒന്ന് വാങ്ങണം. എന്നിട്ട് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അതിൽ നിന്ന് മാർക്ക് ചെയ്ത് പഠിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ കറക്റ്റായിട്ട് തലയിൽ നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും +2 ഹിസ്റ്ററിയുടെ മോഡൽ എക്സാമും പബ്ലിക് എക്സാം ഈസി ആവട്ടെ. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. നന്നായി പഠിക്കുക, ഉഷാറായി പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. എല്ലാവരും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ nafi.edu മെസ്സേജ് അയക്കുക. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കും. ബൈ.